ഹായ് എവരിവൺ. നമ്മൾ ഒരുപാട് ടൂളുകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓട്ടോമേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ അതിൻ്റെ ട്രയൽ വെർഷനോ അതുപോലെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് റിലയബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓട്ടോമേഷൻ ടൂളാണ് N8N. അതുപോലെ മറ്റ് ടൂളുകളും ഉണ്ട്. ആക്ച്വലി N8N ഒരു വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ്. ഇത് എന്താണെന്നും ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നും ഈ മേഖലയിൽ നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് കണ്ടെത്താം അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാം, അതുമല്ലെങ്കിൽ നല്ലൊരു ജോബിലേക്ക് നമുക്ക് എത്തുന്ന രൂപത്തിൽ ടെക്നിക്കലി നമ്മൾ ഓക്കെ ആവുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഒരു സീരീസ് ആയിട്ട് വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഓട്ടോമേഷൻ, എന്താണ് വർക്ക് ഫ്ലോ, എന്താണ് ഏജന്റ്, എന്താണ് നോർമൽ ഓട്ടോമേഷൻ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുക. കൂടാതെ എങ്ങനെ N8N ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും, അതിലെങ്ങനെ അക്കൗണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജേർണിയിൽ എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് വർക്ക് ഫ്ലോ? കമ്പനിയിൽ ഒരു എംപ്ലോയി ലീവ് സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കരുതുക. മാനേജർ അത് റിവ്യൂ ചെയ്യുന്നു, HR അത് റെക്കോർഡ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി ലീവ് അപ്രൂവ് ചെയ്യുന്നു. സോ ഇവിടെ ഒരു ടൂൾ, റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ടൂൾ അവിടെ ഉപയോഗിക്കുന്നു. മാനുവലായിട്ട് പല ആളുകളിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കടന്നു വരുന്നു. ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. വർക്ക് ഫ്ലോ ഇസ് ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, വാട്ട് ഹാപ്പൻസ് ഫസ്റ്റ്, ദെൻ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്, who is responsible, what are the tools used, ഇതൊക്കെയാണ് ഒരു വർക്ക് ഫ്ലോ എന്ന് നമ്മൾ നോർമലി പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് എന്താണ് ഓട്ടോമേഷൻ എന്ന് നോക്കാം. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് സിസ്റ്റം ചെയ്യാണ്. നമ്മളിവിടെ ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് കുറച്ചോ അല്ലെങ്കിൽ തീരെ ഇല്ലാതെയോ കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇത് സെമി ഓട്ടോമേറ്റഡ് ഉണ്ട്, ഫുള്ളി ഓട്ടോമേറ്റഡും ഉണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ ടെക്നോളജി യൂസ് ചെയ്യുന്നു. ഈ ഓട്ടോമേഷൻ നമ്മളൊരു ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രോസസ്സുകൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. അതിനപ്പം നമ്മൾ പറയുന്ന പേരാണ് ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ, BPA. ഇന്ന് ഇത് തന്നെ ഒരു വലിയൊരു ബിസിനസ്സാണ്. കൂടാതെ ഇത് ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർക്ക് വലിയൊരു അവസരം കൂടിയാണ് ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ. ഇവിടുത്തെ വർക്ക് ഫ്ലോ എന്താണ്? ബിസിനസ് പ്രോസസ്സുകളാണ്. ബിസിനസ് പ്രോസസ്സുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ആ ഒരു വർക്ക് ഫ്ലോയെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സെയിൽസിൽ മാനുവലി നമുക്കൊരു ലീഡ് വരുന്നു, സെയിൽസ് ടീം അത് CRM രേഖപ്പെടുത്തുന്നു, അവരെ കണക്ട് ചെയ്യുന്നു, സെയിൽസ് വരുന്നു, അക്കൗണ്ടിങ് ടീമിലേക്കോ മറ്റോ പോകുന്നു, ഫൈനലി ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി ഇത് നമ്മൾ ബിസിനസ് പ്രോസസ് ഓട്ടോമേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ലീഡ് വരുന്നു, ആ ലീഡ് ഓട്ടോമാറ്റിക്കലി അവരുടെ CRM രേഖപ്പെടുത്തുന്നു. ഓട്ടോമാറ്റിക്കലി അവർക്ക് ഫോളോ അപ്പ് ഇമെയിലുകൾ പോകുന്നു. പഴയതുപോലെയല്ല, മനുഷ്യൻ സംസാരിക്കുന്ന രീതിയിൽ നിന്ന് നമുക്ക് കോളുകളും ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഒരാളില്ലാതെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഒരാൾ ആവശ്യമാണെങ്കിൽ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ബിസിനസ്സുകളുടെ രീതി അനുസരിച്ച് ചിലപ്പോൾ സെമി ഓട്ടോമേറ്റഡ് ആവും. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് സെയിൽസിലാണെങ്കിൽ ഇതേ രൂപത്തിൽ HR നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ആയിരക്കണക്കിന് റെസ്യൂമുകൾ വരുന്ന ഒരു ഓഫീസിൽ ആ റെസ്യൂമുകളെല്ലാം അനലൈസ് ചെയ്യാൻ AI കൊണ്ട് സാധിക്കും. ഒരുപാട് പ്രോസസ്സുകൾ HR തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. മാർക്കറ്റിങ്ങിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതുപോലെ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ചെയ്യാം, ഫൈനാൻസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നമ്മൾ പ്രോസസ്സുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനാണ് ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറയുക. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടൂളുകളിൽ ഒന്നാണ് N8. ഇനി നമ്മൾ പറയുന്നത് ഓട്ടോമേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ടുള്ള 3 ടേമുകളാണ്: ട്രിഗർ, ആക്ഷൻ, റിസൾട്ട്. എന്താണ് ട്രിഗർ? ഒരു ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇവന്റിനെയാണ് ട്രിഗർ എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ എക്സാമ്പിളിലേക്ക് തന്നെ പോകാം, അതിലൂടെ അത് നമുക്കൊന്നുകൂടെ വിശദമാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്കൊരു സെയിൽസ് ടീമിന് ഒരു ലീഡ് വരുമ്പോഴാണ് ആ പ്രോസസ്സ് തുടങ്ങുന്നതെന്ന് പറയുന്നത്. ഇവിടെ ആ ലീഡ് വരുന്നതാണ് ആക്ച്വലി ട്രിഗർ. ആ ലീഡ് വരുന്നത് ഒരുപക്ഷെ ഫേസ്ബുക്കിൽ നമ്മൾ ആഡ് കണ്ടിട്ട് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കാം. ഇതല്ലെങ്കിൽ നമുക്കൊരു സമയം സെറ്റ് ചെയ്യാം, രാവിലെ 9 o'clock ആണ് നമ്മൾ ട്രിഗർ. അതോടുകൂടി ആ ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്ത് ഇവന്റ് ആണോ ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്, ആ ഒരു ഇവന്റിനെയാണ് നമ്മൾ ട്രിഗർ എന്ന് വിളിക്കുന്നത്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ ട്രിഗർ എന്നുള്ളതാണ് ആക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ട്രിഗർ നടന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുള്ള ഓട്ടോമേഷനിലുള്ള അകത്തുള്ള കാര്യങ്ങളെയാണ് നമ്മളിവിടെ ആക്ഷൻ എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലി നടക്കുകയാണ് ട്രിഗറിന് ശേഷം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ എക്സാമ്പിളിലേക്ക് പോകുകയാണെങ്കിൽ സെയിൽസിന് വേണ്ടിയിട്ട് നമുക്കൊരു ലീഡ് വരുന്നു. നമ്മൾ ഫേസ്ബുക്ക് ഫോം ഫില്ല് ചെയ്യുന്നു, ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ട്, ഇൻസ്റ്റയിൽ ആഡ് കണ്ടിട്ട് ഫോം ഫില്ല് ചെയ്യുമ്പോൾ ആ വരുന്ന ലീഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് അവർക്കൊരു ഇമെയിൽ പോകണം, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് പോകണം. ഇതാണ് ഇവിടുത്തെ
ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പല സീക്വൻസ് ഓഫ് ആക്ഷൻസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് ആക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു മെയിൽ പോകാം, കോള് പോകാം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളവിടെ ആക്ഷൻസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് റിസൾട്ടാണ്. അതാണ് ഇതിൻ്റെ ഔട്ട്കം. ഈ ചെയ്തതിൻ്റെ ഔട്ട്കം ആണ് നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത്. റിസൾട്ട് എന്ന് പറയുമ്പോൾ ഫൈനലി ആ സെയിൽസ് നടന്നിരിക്കാം, കസ്റ്റമറിന് ഡാറ്റ കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഓട്ടോമേഷനിൽ നമ്മുടെ സെയിൽസ് ടീമിനെ നോട്ടിഫൈ ചെയ്തിരിക്കാം. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നു, ഔട്ട്കം ആയിട്ട് എന്ത് കിട്ടുന്നു, അതാണ് നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് മൂന്നും ചേർന്നതാണ് നമ്മൾ പറയുന്ന ഒരു സിമ്പിൾ ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യുകയാണ്. അതിൽ എക്സാക്ട്ലി റൂൾസ് ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതൊരു നോർമൽ ഓട്ടോമേഷനാണ്. ടൂളും കൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എനാവുൾ അല്ലെങ്കിൽ ഒരു ഓട്ടോമേഷനായിട്ട് മാറും. ഒന്നും കൂടെ കൃത്യമായിട്ട് നല്ല രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏജന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഏജന്റ് നമ്മുടെ നോർമൽ ഓട്ടോമേഷനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നേരത്തെ എക്സാമ്പിൾ തന്നെ നമുക്കൊരു ലീഡ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ലീഡിന് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഫോളോ അപ്പ് മെസ്സേജുകൾ പോകുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് വരുന്ന റിപ്ലൈ വരുന്നു. നമുക്ക് ഫൈനലി നമ്മുടെ സെയിൽസ് ടീം അത് ചിലപ്പോൾ കോൾ എടുക്കുന്ന രീതിയിലേക്ക് വരാം. എന്നാൽ ഒരു ഏജന്റ് ഈ കാര്യം ചെയ്യുമ്പോൾ ആ ലീഡ് നിന്ന് വരുന്ന മെസ്സേജ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ടോൺ മനസ്സിലാക്കാൻ കഴിയും, അതിൻ്റെ ഇൻറ്റൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. സപ്പോസ് നമ്മുടെ സെയിൽസ് ടീമിലകത്ത് തന്നെ ഒരുപാട് ടീമുകൾ സെപ്പറേറ്റ് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടീമിലേക്ക് ഈ ഒരു ലീഡിനെ കൊടുക്കണമെന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. അതുമല്ലെങ്കിൽ ഈ വരുന്ന ലീഡ് പൊട്ടൻഷ്യൽ ലീഡാണോ എന്ന് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഏജന്റിന് കൊടുക്കാൻ വേണ്ടി പറ്റും. സിംപ്ലി റൂൾ ബേസ്ഡ് ആൻഡ് സ്റ്റാറ്റിക് ആയിട്ടുള്ളതാണ് നമ്മുടെ നോർമൽ ഓട്ടോമേഷൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഡൈനാമിക് ആയിട്ടുള്ളതാണ് നമ്മുടെ ഏജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി മാത്രമല്ല റിയൽ ആയിട്ട് ബിസിനസ്സിൽ യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ടൂളാണ് N8N. ആൻഡ് ഈ മേഖലയിൽ അങ്ങനെ നിങ്ങൾ ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നമ്മൾ ഇനി പറയുന്നത് N8N കുറിച്ചിട്ടാണ്. എങ്ങനെ നിങ്ങൾക്ക് N8N ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. സോ അതിനായിട്ട് ആദ്യം നമുക്കൊരു N8N അക്കൗണ്ട് വേണം. ഇത് 2 രൂപത്തിൽ ചെയ്യാൻ കേട്ടോ. ഒന്നുകിൽ നമുക്ക് N8N പ്ലാറ്റ്ഫോമിൽ പോയിട്ട്, അതായത് N8N സൈറ്റിൽ പോയിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ തന്നെ ഓൺലൈനായിട്ട് ചെയ്ത് നോക്കാം. പക്ഷെ അത് 14 ഡേയ്സേ കിട്ടുകയുള്ളൂ. പിന്നീട് നമ്മൾ പെയ്ഡ് എടുക്കണം. പഠിച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 14 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, പിന്നീട് മറ്റൊരു അക്കൗണ്ട് എടുക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് സെൽഫ് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഓപ്പൺ സോഴ്സ് ആണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിൻ്റെ നോർമൽ വേർഷൻ. ഈ 2 കാര്യവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് പറയേണ്ടതുണ്ട്. ഇതെങ്ങനെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം? ഫസ്റ്റ് മെത്തേഡ്, നമ്മൾ ലൈവായിട്ട് ക്ലൗഡിൽ പോയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ N8N.io എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ സോഴ്സ് കോഡൊക്കെ ഗിറ്റ്ഹാബിൽ അവൈലബിൾ ആണ്. അതാണ് ഇവിടെ ഗിറ്റ്ഹാബ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ രൂപത്തിലായിരിക്കും നമ്മൾ ഓട്ടോമേഷനൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, ഒരു സാസ് പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണുന്ന പോലെ തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മളിതിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാനത് ക്ലിക്ക് ചെയ്തു. N8N ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഇത് ഓപ്പൺ സോഴ്സ് ആണെങ്കിലും നമ്മൾ സൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ ഇത് അവരുടെ ക്ലൗഡിലാണ് റൺ ചെയ്യുക. അപ്പോൾ ക്ലൗഡിൻ്റെ അകത്ത് ഇതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ്. നമുക്ക് ഇൻസ്റ്റാളേഷൻ്റെ ഒരു ബാരിയറും നമുക്കില്ല. നമ്മുടെ സിസ്റ്റത്തിൽ സ്പേസ് ആവേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നാൽ മാത്രം അത് വർക്ക് ചെയ്യില്ല. നമുക്കൊരു ക്ലൗഡിൽ തന്നെ ഇത് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ N8N ക്ലൗഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം, ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്ന പോലെ. അതും അല്ലെങ്കിൽ ഇത് സെൽഫ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ അടുത്ത് കാണിക്കുന്നുണ്ട്. ആ സെൽഫ് ഹോസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്താൽ ശരിയാവില്ല. നമുക്കത് 24 അവർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പഠിച്ച് കഴിഞ്ഞിട്ട്, പഠിക്കാൻ നമ്മുടെ സിസ്റ്റത്തിൽ മതി. ഇത് നിങ്ങൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് നിങ്ങൾ റിയൽ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ സ്റ്റെപ്സ് എവിടെ ഹോസ്റ്റ് ചെയ്യണം? ഒന്നുകിൽ ഹോസ്റ്റിഞ്ചറിലോ അല്ലെങ്കിൽ മറ്റ് ക്ലൗഡിലോ AWSലൊക്കെ ഹോസ്റ്റ് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കമ്പനി ഇമെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇമെയിലോ ഒക്കെ ഉപയോഗിക്കാം. ഇനിഷ്യലി ഇവിടെ കമ്പനി ഇമെയിൽ മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെയിലിലേക്കൊരു OTP വന്നിട്ടുണ്ടായിരിക്കും. OTP ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേര്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്, സദീദ് ഒന്ന് കൊടുക്കുന്നു. പാസ്വേഡ് ഞാൻ കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുക്കുന്നു. അക്കൗണ്ടിന് ഞാൻ എന്ത് പേര് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ സദീദൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കിട്ടില്ല. ജസ്റ്റ് കൊടുക്കുന്നു. സ്റ്റാർട്ട് ഫ്രീ 14 ഡേ ട്രയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഫ്ലോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്. ഈ ഫ്യൂ സ്റ്റെപ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് N18 അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് നമുക്ക് സെൽഫ് ഹോസ്റ്റിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത് ചോദിക്കും. ഇവിടെ നിങ്ങൾ അവരുടെ സർവേ ആണ്. നിങ്ങളുടെ സൈസ് ഓഫ് ദ കമ്പനി എന്താണ്, ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കണം. അതെല്ലാം ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്ത്, അതായത് ജസ്റ്റ് അവർ നമ്മളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ ആരാണ് ആക്ച്വലി ഇത് ഉപയോഗിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതൊന്നും സെൽഫ് ഹോസ്റ്റിൽ ഉണ്ടാവില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇനി ഇവിടെ നമുക്ക് ഓട്ടോമേഷൻ തുടങ്ങാം. ജസ്റ്റ് സ്റ്റാർട്ട് ഓട്ടോമേറ്റിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷനാണ് വരിക. ഒന്ന് സ്റ്റാർട്ട് വിത്ത് ടെംപ്ലേറ്റ് എന്ന് പറയും. 2 സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇതിൽ സാമ്പിൾ ആ ടെംപ്ലേറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ടെംപ്ലേറ്റ് നിങ്ങൾ നോക്കൂ. ബിൽഡ് യുവർ ഫസ്റ്റ് AI ഏജൻറ്റ്, ജനറേറ്റ് AI വീഡിയോസ് ഫ്രം സ്ക്രിപ്റ്റ് വിത്ത് DeepSeek, TTS ആൻഡ് together.ai, ഇങ്ങനെ ഓട്ടോമെയിൽ, ജിമെയിൽ, ഇങ്ങനെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്ക് ഇതിനകത്ത് കാണാം. ഈ ടെംപ്ലേറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ പഠിക്കുകയാണല്ലോ, നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കുകയാണല്ലോ, നമുക്ക് സ്ക്രാച്ച് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് നമുക്ക് തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ സ്ക്രാച്ചിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആ ഒരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യേണ്ട ആ ഒരു പ്ലേ ഗ്രൗണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കാണുന്നത്. ഇതിൽ എഡിറ്റർ, എക്സിക്യൂഷൻ, ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് നിങ്ങൾ കാണാം. കൂടാതെ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ആക്ച്വലി ഈ ഫസ്റ്റ് സ്റ്റെപ്പാണ് യൂഷ്വലി നമ്മൾ ട്രിഗറായി മാറാറ്. ഓർ AI-യുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇവിടെ നമുക്ക് കാര്യങ്ങൾ ചെയ്ത ശേഷം നമുക്കത് പബ്ലിഷ് ചെയ്യാം. ആൻഡ് 14 days ആണ് ഇവിടെ നമുക്കുള്ളത്. 1000 എക്സിക്യൂഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ്. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതേ കാര്യം, ഈ ഒരു ഇൻസ്റ്റാളേഷൻ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്യാം, ലോക്കലി ആയിട്ട് നമുക്ക് എങ്ങനെ അത് സെൽഫ് ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും ഹോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഹോസ്റ്റിംഗ് പ്ലാൻ എടുത്തിട്ട്, അതായത് ഏത് നമുക്ക് ഹോസ്റ്റ് ചെയ്യാനുള്ള Node.js സപ്പോർട്ട് ചെയ്യുന്ന പ്ലാൻ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ സെൽഫ് ഹോസ്റ്റിംഗ് എങ്ങനെയാണ് എന്നതിലേക്ക് പോവാം. ഞാൻ ഓൾറെഡി പറഞ്ഞു 2 മെത്തേഡിലൂടെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്ന് NPM മെത്തേഡാണ്, മറ്റൊന്ന് ഡോക്കർ മെത്തേഡാണ്. എന്താണ് NPM മെത്തേഡ്? അത് Node.jsൻ്റെ ഒരു പാർട്ടാണ്. Node.js ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റത്തിൽ വേണം. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ വേണം. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ N18 വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ സിസ്റ്റത്തിലെ മറ്റു ഡിപ്പെൻഡൻസീസ് ഒക്കെ ഇതിന് നമ്മൾ ഓക്കെ ആവണം. കൂടാതെ വേർഷൻ ചേഞ്ചുകൾ വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഡിപ്പെൻഡൻസീസും അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് സാധാരണ ലിനക്സ് യൂസ് ചെയ്ത് വരുന്ന ലെഗസി യൂസേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്. ലിനക്സിൽ നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സൈസ് വളരെ കുറവായിരിക്കും, കുറച്ചും കൂടി റൺ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓരോ ടൈമിലും നമ്മൾ അതിൻ്റെ ഡിപ്പെൻഡൻസീസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. ഇൻസ്റ്റാളേഷൻ കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. നമ്മൾ 2ാമത്തെ മെത്തേഡായിട്ടുള്ള ഡോക്കറിനായിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ 2ാമത്തെ മെത്തേഡായ ഡോക്കർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയാണ്. അത് ക്ലീൻ ഐസൊലേറ്റഡ് മെത്തേഡാണ്. അതായത് മറ്റു ഡിപ്പെൻഡൻസീസിനൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഡോക്കർ മെത്തേഡിൽ ഡോക്കറിൻ്റെ അകത്ത് തന്നെ അതിന് വേണ്ട ഡിപ്പെൻഡൻസീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മെത്തേഡാണ്. അത് കുറച്ചും കൂടി ഈസിയാണ്, കുറച്ചും കൂടി മോഡേൺ ആണ്. N18 സജസ്റ്റ് ചെയ്യുന്നത് ഡോക്കർ മെത്തേഡാണ്. കാരണം അതിൽ ക്രാഷ് വരാനുള്ളതും അതുപോലെ ഡിപ്പെൻഡൻസി പ്രോബ്ലംസ് വരാനുള്ളത് സാധ്യത വളരെ കുറവാണ്. കുറച്ച് സൈസ് കൂടുന്നു മാത്രം. എന്നാലും നമ്മൾ വിൻഡോസിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്മൂത്താണ്, കുറച്ചും കൂടെ സൈസ് കുറവാണ്, ലൈറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ സ്ക്രീന് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ ലിനക്സിൽ എന്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. സുഡോ ആപ്റ്റ് അപ്ഡേറ്റ് എന്നുള്ളത് വെച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ ഡിപ്പെൻഡൻസീസും അതുപോലെ അത് ഒഫീഷ്യൽ ലൈബ്രറിയിൽ നിന്നുള്ള ഒഫീഷ്യൽ റെപ്പോസിറ്ററീസിൽ പോയിട്ട് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യാണ്. ദെൻ നമുക്ക് റൺ ചെയ്യാനുള്ളത് അപ്ഗ്രേഡാണ്. ആപ്റ്റ് അപ്ഗ്രേഡാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ മുന്നേ നമ്മൾ സുഡോ എന്ന് ചേർക്കാറുണ്ട്. ഇത് ലിനക്സ് യൂസേഴ്സിന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട. ആദ്യമായിട്ട് നിങ്ങളിത് ചെയ്യുന്ന ആളുകൾക്ക്, യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സുഡോ എന്ന് പറഞ്ഞാൽ അഡ്മിൻ പെർമിഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇത് ആക്ച്വലി ഇൻസ്റ്റാളേഷൻ്റെ പാർട്ടല്ല, ബട്ട് നമ്മുടെ സുഡോ അപ്ഡേറ്റും സുഡോ അപ്ഗ്രേഡും നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസീസ്, നമ്മുടെ സിസ്റ്റത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ, ഇപ്പോൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറിന് മുന്നേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുകയാണ്.
അതിനാൽ നമുക്ക് ഡിപ്പെൻഡൻസി ഇഷ്യൂസ് പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ അപ്ഗ്രേഡ്. അപ്പോൾ ഈ അപ്ഗ്രേഡ് അപ്ഡേറ്റ് ചെയ്താൽ പിന്നീട് ബ്രേക്ക് ആവാനുള്ള സാധ്യതകൾ കുറയ്ക്കും. ഓൾവേസ് സേഫ് ആണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഇനിഷ്യലി ചെയ്യുന്നത്. ഏതൊരു സോഫ്റ്റ്വെയർ നമ്മൾ നെക്സ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ ചെയ്തു വെക്കുക. ഇറ്റ് ഇസ് നോട്ട് സംതിങ് റിലേറ്റഡ് ടു ഡോക്കർ ഇൻസ്റ്റാളേഷൻ ഓർ N18 ഇൻസ്റ്റാളേഷൻ. ഇനിയാണ് നമ്മൾ ആക്ച്വൽ N18 ഇൻസ്റ്റാളേഷനിൽ കടക്കുന്നത്. നമ്മൾ N18 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന കമൻറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. sudo apt install docker.io എന്ന് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇതേപോലെ ഇതിൻ്റെ റെപ്പോസിറ്ററിയിൽ പോയിട്ട് ഡോക്കറാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനുശേഷം ഡോക്കർ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സിസ്റ്റം കൺട്രോളർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എനിക്ക് ഡോക്കർ. sudo system control system ctl എന്നാണ് അടിക്കേണ്ടത്. sudo system ctl start docker. ഇതോടുകൂടി ഡോക്കർ എൻ്റെ അകത്ത് ഒരു ഐസൊലേറ്റഡ് മെഷീൻ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന Node.js വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്കർ റണ്ണായി. ഇനി അതിന് ശേഷം റണ്ണാവലെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അത് ഞാൻ എന്ത് ചെയ്യണം, ഡോക്കർ എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാണ്. നമുക്ക് അവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഡോക്കർ കൺട്രോൾ ഡോക്കർ CTL എന്ന് തന്നെ ടൈപ്പ് ചെയ്യണം. ഡോക്കർ അതിനുശേഷം ഞാൻ ഡോക്കർ എനേബിൾ ചെയ്തു. ഇനി വേണത് ചെക്ക് ചെയ്യാം. ഇനി ഡോക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്കറിൻ്റെ വേർഷൻ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഡോക്കർ -വേർഷൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. സോ അപ്പോൾ അവിടെ വേർഷൻ എന്തോന്ന് ഇഷ്യൂ വന്നിട്ടുണ്ട്. ഡോക്കർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തന്നെയാണ്. ഓക്കെ, ഡോക്കർ വേർഷൻ ഓക്കെ 28.2.2 വന്നിട്ടുണ്ട്. യെസ്, ഇത് മതി നമ്മുടെ N18 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ N18 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് അതിലേക്ക് കിടക്കണം. അപ്പോൾ CD എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ പോകാറ്. ഞാൻ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് പോയിട്ടാണ് N18 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അവിടെ ഞാൻ N18 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പോവാണ്. അതിനുശേഷം ഞാൻ ഈ പ്രോഗ്രാമിങ്ങിൽ CHOWN -R 1000:1000 എന്ന് പറഞ്ഞിട്ട് ഈ ഫോൾഡറിന് ഞാൻ പെർമിഷൻസ് കൊടുക്കുകയാണ്. അതായത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ പെർമിഷൻസും എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെർമിഷൻ കംപ്ലീറ്റ് ഡയറക്ടറിയുടെ പെർമിഷനാണ് ആക്ച്വലി ഞാനിവിടെ കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. ബട്ട് ലേറ്റർ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെർമിഷൻ ഇഷ്യൂ നിങ്ങൾക്ക് വരും. പല കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു ഫയൽ പാത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആക്സസ് ഡിനൈഡ് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെർമിഷൻ കംപ്ലീറ്റ് ആയിട്ട് പെടുമ്പോൾ ഞാൻ കൊടുക്കുന്നത്. ഇത് ഫോളോ ചെയ്താലും എററൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇൻസ്റ്റാൾ ചെയ്തേക്കാം. ബട്ട് പിന്നീട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ഇറേഴ്സ് ഒഴിവാക്കാൻ, പെർമിഷൻ ഇറേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പെർമിഷൻസ് കൊടുക്കുന്നത്. ഇനി അതിനുശേഷം ഡോക്കർ ഞാൻ റൺ ചെയ്യുകയാണ്. അപ്പോൾ ഡോക്കർ റൺ ചെയ്യുമ്പോൾ ഞാനൊരു പോർട്ട് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അതാണ് -P കഴിഞ്ഞിട്ട് ഞാനൊരു പോർട്ട് അഡ്രസ്സ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് -P കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഞാൻ പെർമിഷൻസ് ഒക്കെ കൊടുത്തു വെച്ച് N18 വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഫോൾഡർ ഉണ്ടല്ലോ, ആ ഫോൾഡറിനും കൂടെ ഞാനിവിടെ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ N18 ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാണ്. പക്ഷേ അത് നമ്മുടെ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഡോക്കറിൻ്റെ അകത്താണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആ ഒരു കമൻറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആക്ച്വലി N18 ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോർട്ട് അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ N18 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് N18 ഡൗൺലോഡ് ചെയ്യുന്ന ലൊക്കേഷനും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് N18 അവിടേക്ക് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്യുന്ന അതായത് അതിൻ്റെ റെപ്പോസിറ്ററിയിൽ നിന്ന് ഒഫീഷ്യൽ റെപ്പോസിറ്ററിയിൽ നിന്ന് ഓരോ ഫയലുകളായിട്ട് ഫോൾഡറുകളായിട്ട് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്യാണ്. എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അത് നെക്സ്റ്റ് ഇൻസ്റ്റാളേഷനും റണ്ണിങ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഞാൻ ആ ഫോൾഡർ അടിച്ചിട്ട് അത് റൺ ചെയ്യാണ്. ഡോക്കർ ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഞാൻ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ, റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ N18 ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ദെൻ നമ്മൾ നോർമലി ഡോക്കർ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഡോക്കർ സ്റ്റാർട്ട് ചെയ്യുക, ദെൻ N18 റൺ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള കോമൻറ്റാണ് നിങ്ങൾ കാണുന്നത്. ഡോക്കർ സ്റ്റാർട്ട് N18 എന്ന് കൊടുക്കുമ്പോൾ N18 ആണ് ആക്ച്വലി വർക്ക് ആവുന്നത്. അപ്പോൾ ഇവിടെ പെർമിഷൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി സെറ്റ് ചെയ്യുക. നമ്മൾ സുഡോ കൊടുക്കണം. അതായത് അഡ്മിൻ പെർമിഷൻ ഫസ്റ്റ് പറഞ്ഞ പോലെ സുഡോ കൊടുത്തു കഴിഞ്ഞാൽ അത് റണ്ണായി കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിലാണ്, നമ്മുടെ കമ്പ്യൂട്ടറിലാണ് റൺ ആവുന്നത്. നമ്മൾ ബ്രൗസറിൽ പോയിട്ട് ലോക്കൽ ഹോസ്റ്റ് എന്ന് അടിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പോർട്ട് അഡ്രസ്സും കൂടെ, അതായത് 5678 എന്നുള്ള ലോക്കൽ ഹോസ്റ്റ് :5678 സെറ്റപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5678 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് വർക്കാവും. ഇനിഷ്യലി ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇമെയിൽ ID ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക.
N8 റണ്ണായി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഓട്ടോമേഷനൊക്കെ ഇവിടെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ചെയ്ത് നോക്കി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നിങ്ങൾക്ക് ഇതേപോലെ AWSലോ മറ്റു സെർവറിലോ ഇതേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ സാധിക്കും. ഇനി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം നമ്മുടെ റൺ ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് കാണിക്കുന്നത്. സുഡോ ഡോക്കർ സ്റ്റാർട്ട് എന്നുള്ളതിന് പകരം അവിടെ സ്റ്റോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സുഡോ സ്റ്റാർട്ട് സ്റ്റോപ്പ് N8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈസിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡോക്കർ മെത്തേഡ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 14 ഡേയ്സ് ട്രയൽ എടുത്തു നിങ്ങൾക്ക് ചെയ്ത് നോക്കുകയാണ്. ട്രയൽ എടുത്ത് 14 ഡേയ്സ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഈ വേർഷൻ തന്നെ, അതായത് സെൽഫ് ഹോസ്റ്റിംഗ് വേർഷൻ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റിംഗറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ മറ്റ് സെർവറുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താൽ എത്ര വേണമെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആക്ച്വൽ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ ക്ലൗഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഹോസ്റ്റിൽ നിങ്ങൾ ക്ലൗഡിൽ തന്നെ സെൽഫ് ഹോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുകൊണ്ടുള്ള വർക്ക് ഫ്ലോസ് എങ്ങനെ ഇതിൽ വർക്ക് ഫ്ലോസ് ബിൽഡ് ചെയ്യാം, എങ്ങനെ ആക്ച്വലി ഓട്ടോമേറ്റ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനിലോ മറ്റു പറഞ്ഞ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക.